എന്താണ് എന്തായി പേഴ്സിന്റെ കാര്യം? പേഴ്സില്ലേ? ഇതാണോ നോക്കിയേ? സാധനം തന്നെ, കാർഡൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. പക്ഷെ ഒരു 200 രൂപ കുറവുണ്ടല്ലോ. 200 രൂപ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ ഏതായാലും ഏട്ടനോടൊന്നും നോക്കാൻ പറയാം. പിന്നെ 200 രൂപ അല്ലേ, പോയി കഴിഞ്ഞ് കിട്ടാൻ ഭയങ്കര പണി. പക്ഷെ അതിൽ ഓപ്പൊന്നുമില്ലടാ. 200 രൂപ അല്ലേ, പോട്ടെ. എന്നാ കുഴപ്പമില്ല. അല്ല അഖിലെന്ത്? അപ്പൊ നമ്മളല്ലേ ഇന്നലെ പിരിയേറ്റ് അവനെ കോളേജ് വിട്ടു. അപ്പൊ നടത്താലാണല്ലോ, കോളേജൊക്കെ കഴിഞ്ഞു. അയ്യോ ആണോ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ. നീ കോളേജിൽ വിളിച്ചോ? എടാ ഇവിടെ ഒന്നും അറിഞ്ഞടാ, എല്ലാരും പോയി കോളേജ് വിട്ടു പറയണേ. അത് പറയാനാ ഞാൻ വിളിച്ചേ. ഇന്ന് ഹർത്താലാന്ന് പറഞ്ഞു കേട്ടാ. ഇങ്ങോട്ട് പോര്. അഖിൽ, 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 ഒരു ഹെൽപ്പ് ചെയ്യോ? എന്തേ? ജോർജേട്ടാ, അവളെ എന്താ എന്താ പറ്റി? അതൊന്നും പറയാൻ സമയമില്ല. വണ്ടി ചാട്ടാവോ? ഇല്ല, വണ്ടി ചാടാവില്ല. എന്നാ വാ വാ. അല്ല, നമ്മളതിന് ഊർണ്ണ പറഞ്ഞത് അത് ഇവിടുന്ന് രക്ഷപ്പെടുത്തേ. എന്നാ വാ. പോയോ? അല്ല, ആരാ ആരാ തനിക്ക് മാത്രം എന്താ അടക്കടോ കട? ചേട്ടാ ഒന്ന് മാറി. ചേട്ടാ ഒരു 50 റീചാർജ്. പെങ്ങളെ, ഇന്ന് കടയൊന്നുമില്ല, ഹർത്താലം നടന്നൂടെ? വീട്ടിൽ പോകാൻ നോക്കാം. താനാണ് ഇതിന് മേക്കണത്. ചേട്ടാ റീചാർജ്. എടി നിന്നോടല്ലേ പറഞ്ഞു കടയില്ലാന്ന്. ജോർജേട്ടാ, എന്തെങ്കിലും പറ്റിയോ? അയ്യോ, ഓ അപ്പം എൻ്റെ ഒരു ചവിട്ട് പൈസയില്ല. താനെന്താ എൻ്റെ അടുത്ത് തന്നെ വന്നാൽ നന്നായി. അല്ല, നമ്മളങ്ങനെ വീട്ടിൽ പോവാ. ഇതൊരു ഷോർട്ടാണ്, നമുക്കൊരു 5 മണിയൊക്കെ മതി ഹോസ്റ്റലെത്താം. ഇപ്പം ഇറങ്ങാം, ഈ സ്ഥലത്ത് സേഫ് അല്ല. ഓക്കെ. അല്ല, തനിക്കെൻ്റെ പേരെങ്ങനെ അറിയാം? അതിപ്പോ
ഹോസ്റ്റലിൽ എല്ലാവർക്കും അറിയാലോ. അല്ല, തനിക്ക് എൻ്റെ പേര് അറിയോ? ആ ഗൗരി 32 തോന്നുന്നു. ഹലോ ഹലോ, പേര് മനസ്സിലാക്കാൻ നോക്കി. റൂം നമ്പർ എങ്ങനെയാ? അത് ഫുഡൊക്കെ ഓർഡർ ഒക്കെ ഉള്ളോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. ഏതായാലും താങ്ക്സ്. വീട്ടിലെത്തിയിട്ടാണോ കുഴമ്പൊക്കെ തേച്ച് ഊരൊക്കെ റെഡിയാക്കാൻ? ആൾക്കാരെ ചോട്ടിയല്ലേ? ഞാൻ വിചാരിച്ചു വീണതിൻ്റെ ഇരിക്കുന്നു. പറയണ്ടേന്നില്ല. അല്ല, എന്തായാലും നടക്കില്ലേ? ഇവിടെ കാണാൻ വരുന്നില്ല. കാണാനല്ലേ? റെഡിയാക്കി തരാം. വാ, സ്ഥലം കാണിച്ചു തരാം. എടോ, താൻ ഈ സൂര്യനെ കണ്ടോ? അന്നുള്ള പ്രശ്നങ്ങൾ പോലെ ദിവസം കഴിയുമ്പോൾ അതങ്ങനെ ചുമന്ന് തൊടുത്ത് നിൽക്കും. സത്യം പറഞ്ഞാൽ അതിന് മാറി വരുന്ന വെളിച്ചം പോലെ നമ്മുടെ പ്രശ്നങ്ങൾ. എൻ്റെ പൊന്നെ, വെറൈറ്റി ഫിലോസഫി കാണുള്ളൂ. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ സൂര്യനെ കാണുന്നത് ഒരു പോസ്റ്റ്മോർട്ടമായിട്ടാണ്, ഒരു ചുവന്ന പോസ്റ്റ്മോർട്ടം. നമ്മളെ പ്രശ്നങ്ങളൊക്കെ തൽക്കാലത്തേക്ക് മറക്കടാന്ന് പറയാൻ എന്തോ ഈ സൺസെറ്റിന് പറ്റും. എനിക്കിപ്പോഴത്തെ ഡയലോഗ് കിട്ടി. എവിടെ നിന്ന് കിട്ടാൻ? ഞാൻ മനസ്സിലുണ്ടാക്കി പറഞ്ഞ. അശ്വിനും ഇത് പറയാറുണ്ടായിരുന്നു. അതാരാ? അശ്വിനും അശ്വിൻ ഞങ്ങൾ സ്കൂളിലോട്ട് ഒരുമിച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന അവനാ. പക്ഷേ വീട്ടിലൊന്നും അവനല്ല താല്പര്യമൊന്നുമില്ല. പഠിത്തമൊക്കെ കഴിഞ്ഞ് അവൻ സെറ്റിലായിട്ട് അവതരിപ്പിക്കണം എന്നാണ് വിചാരിക്കണം. നാളെ UK പോവാ. സത്യം പറഞ്ഞാൽ അതിനുവേണ്ടി ഞാൻ വന്നു തന്നെ. അപ്പോഴെങ്ങനെയൊക്കെ എന്താ കോമണല്ലേ നമ്മളുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അയാളിഞ്ഞ് വരുമോ? ഒരു 5 വർഷം 6 വർഷം അറിയില്ല. പക്ഷെ അങ്ങനൊരു കാര്യം അറിയോ, ഞങ്ങളിതുവരെ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങൾ വിളിച്ചതരാന്ന്, അങ്ങനെ പ്രകടിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്. അപ്പൊ നമുക്കിന്ന് എടുത്ത് പോയാലോ? ആ പോവാ. താങ്ക് യു. ഹലോ, എടാ ഒന്നും റെഡി ആയില്ലടാ. ഒക്കെ ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. എടാ തീരെ റേഞ്ചിൽ വന്നു. ഹലോ
ശ്യാമക്ക എനിക്കിട്ടുണ്ടാക്കിയിട്ട് ഇവിടെ കിടന്ന് വിലസാന്ന് വിചാരിച്ചാൽ ഇപ്പണ്ടാക്കടാ ഇപ്പണ്ടാക്കടാ. ജസ്റ്റിന ഇങ്ങനെ അറിയോ? അറിയുമെന്നു പണ്ട് ഇക്കേട്ട് പ്രശ്നം ഉണ്ടാക്കി വായനശാലയും കത്തിച്ചു പോയ മുതലാ ഇങ്ങനെ വീണ്ടും വന്നു തിരിഞ്ഞു കിടക്കാം. നിന്നോടൊക്കെ അന്നേ പറഞ്ഞ ഈ പരിപാടി നിർത്താൻ നിനക്കതാ പറഞ്ഞ മനസ്സിലാവില്ലേ? നോക്കടാ ഇല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. എടാ എനിക്ക് അത്യാവശ്യമായിട്ട് പോകണോടാ, എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം. ആ നീ വെക്കോ. ഓ പറ, എന്താ നിന്റെ പ്രശ്നം? ഒന്ന് വിളിച്ച ഫോണിക്കില്ല, മെസ്സേജ് ഒന്ന് തിരിഞ്ഞ പോലും നോക്കില്ല. മനുഷ്യന്മാരായ ഇത്ര ചാടിയൊന്നും കാണിക്കാൻ പാടില്ല. എന്താ ചോരയോ? അയ്യോ എന്ത് പറ്റി? എല്ലാം വീണോ? നിനക്ക് എന്തൊക്കെ ഞാൻ പറു സോറിടാ, എനിക്കറിയാം നീ എന്നെ വിളിച്ചിരുന്നെന്നും മെസ്സേജ് ചെയ്തിരുന്നു ഒക്കെ അറിയാം. പക്ഷെ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. അതിനൊരു കാരണമുണ്ട്, അത് എനിക്ക് പിന്നെ ഒരു കഥ പോലെ പറഞ്ഞുതരാം. എടാ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനായിരിക്കാൻ പറ്റിയത് നിൻ്റെ മുന്നിലാണ്. ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങളൊക്കെ നീ മുഴിപ്പിക്കാറുണ്ട്. ഞാൻ എന്താണെന്നോ എങ്ങനെയാണെന്നോ എന്നെക്കാട്ടി കൂടുതൽ നിനക്കറിയാം. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങളൊക്കെ നീ മുഴിപ്പിക്കാറുണ്ട്.